പ്രിയപ്പെട്ടവരെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ആദ്യമായി വനിതാ സ്ഥാനാർത്ഥിയെ നിർത്താനൊരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. 2 വനിതാ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് നീക്കം. ഏറനാട് സീറ്റിൽ വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹ്റ മമ്പാട് മത്സരിക്കാൻ സാധ്യത തെളിയുന്നു. ഏറനാട് MLA PK ബഷീർ മഞ്ചേരിയിലേക്ക് അങ്ങനെയാണെങ്കിൽ മാറും. കോങ്ങാട് സീറ്റിൽ മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തി രാജനാണ് സാധ്യത. മുബഷീർ പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ, അത് വലിയ മാറ്റമാണ്, ചരിത്രത്തിലെ വലിയ മാറ്റമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. കാലം മാറുന്നു, പഴയ നിലപാടുകളിലൊന്നും ഉറച്ചു നിൽക്കാൻ കഴിയില്ല. അത് പോസിറ്റീവായിട്ട് തന്നെ മാറ്റത്തെ കണ്ടാൽ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് മുബഷീർ? തീർച്ചയായും അരുൺകുമാർ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യം, പരിഗണന മുസ്ലിം ലീഗ് നൽകിയിരുന്നു. പലയിടങ്ങളിലും വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, നഗരസഭയിൽ ഉൾപ്പെടെ ലീഗ് നിർത്തിയ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വിജയിച്ചുവെന്ന് അവർക്ക് സ്ഥാനമാനങ്ങൾ ലീഗ് നൽകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും അത്തരമൊരു നീക്കം തന്നെയാണ് ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ 2 തവണയാണ് നിയമസഭയിലേക്ക് ലീഗ് വനിതാ സ്ഥാനാർത്ഥികളെ പരിഗണിച്ചിരുന്നത്. കോഴിക്കോട് സൗത്തിൽ നിന്ന് ഖമറുന്നീസ അൻവറിനെയും അതുപോലെ തന്നെ നൂർബിന റഷീദിനെയും അവർ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ഇത്തവണ വളരെ മികച്ചൊരു മണ്ഡലം തന്നെ നൽകിക്കൊണ്ട് നിയമസഭയിലേക്ക് വനിതാ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ പാകത്തുള്ള പ്രവർത്തനങ്ങൾ ലീഗ് ആരംഭിച്ചിട്ടുണ്ട്. 2 വനിതാ നേതാക്കളുടെ പേരുകൾ തന്നെയാണ് ലീഗിൽ ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത്. ഒന്ന്, മുസ്ലിം ലീഗിന്റെ വനിതാ സംഘടനയായിട്ടുള്ള വനിതാ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സുഹ്റ മമ്പാടിന്റെ പേരാണ്. സുഹ്റ മമ്പാട് വളരെ സജീവമായി സംഘടനാ രംഗത്തുള്ള വ്യക്തിയാണ്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ആ രീതിയിൽ വളരെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു വനിതാ നേതാവ് എന്ന നിലയിലാണ്, മുതിർന്ന വനിതാ നേതാവ് എന്ന നിലയിലാണ് അവരുടെ പേര് പരിഗണിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ പേര് നിലവിൽ ഉയർന്നു കേൾക്കുന്ന മണ്ഡലം ഏറനാട് നിയോജക മണ്ഡലമാണ്. നിലവിൽ PK ബഷീർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം. അദ്ദേഹം മഞ്ചേരിയിലേക്ക് മാറാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കൂടിയാണ് ഈ ഏറനാട് നിയോജക മണ്ഡലത്തിൽ സുഹ്റ മമ്പാടിനെ മത്സരിപ്പിക്കാനുള്ള നീക്കം ലീഗിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി, പേര് ഉയർന്നു കേൾക്കുന്നത് ജയന്തി രാജനാണ്. ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു മുഖമാണ്, ദേശീയ നേതാവ് കൂടിയാണ് അവർ. ലീഗിന്റെ സംഘടനാ രംഗത്തിന് വളരെ സജീവമായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കിടയിലൊക്കെ തന്നെ സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന അവരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ മലപ്പുറത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, മുസ്ലിം ലീഗിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുമ്പോൾ ആ വിധത്തിലുള്ള സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയെ തന്നെ തങ്ങൾ വിജയിപ്പിച്ചെടുക്കുന്നു, നിയമസഭയിലേക്ക് എത്തിക്കുന്ന രാഷ്ട്രീയ സന്ദേശം കൂടി മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ചർച്ചകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സാദിഖ് അലി തങ്ങളുടെ പ്രഖ്യാപനത്തിൽ ഈ പറയപ്പെടുന്ന 2 പേരുകൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PK ബഷീർ മഞ്ചേരിയിലേക്ക് മാറുകയാണെങ്കിൽ ഏറനാട്ടിൽ സുഹ്റ മമ്പാടിനെ പരിഗണിക്കും. ജയന്തി രാജനെ നിലവിൽ പാലക്കാട് ലീഗ് മത്സരിക്കുന്ന കോങ്ങാട് സീറ്റിലാണ് പരിഗണിക്കുന്നത്. കോങ്ങാട് വെച്ച് മാറണമെന്നൊരു അഭിപ്രായം കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു സീറ്റിലേക്ക് അവരെ പരിഗണിക്കും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺകുമാർ, ജയന്തി രാജനും സുഹ്റ മമ്പാടും ലീഗിന്റെ വനിതകളായി നിയമസഭയിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം അറിയാം. ഏതായാലും 2 പേരെ വിജയസാധ്യതയുള്ള സീറ്റുകളിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ മുബഷീർ നൽകുന്നത്.